വിശദമായ വാർത്തയിലേക്കാണ്. ആദ്യമായി തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. യമനിലെ മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ അടിയന്തര നീക്കവുമായി സൗദി മലയാളി വ്യവസായി ജേക്കബ് ചെറുവള്ളി. യമനിലെ ഗോത്രാധികാരികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ദയാധനം നൽകിയാൽ ഉടൻ ചർച്ച നടത്താമെന്നും ജേക്കബ് ചെറുവള്ളിയിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വിവരങ്ങളുമായി MS ബനേഷ് ചേരുന്നുണ്ട്. ബനേഷ്, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നിർണായക നീക്കം ഉണ്ടാകുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ദ്രുതഗതിയിൽ ചെയ്യേണ്ട ഒരു കർമ്മം എന്നുള്ളതിലേക്കാണ് കാണേണ്ടത് എന്നാണ് ഇപ്പോൾ സൗദിയിൽ നിന്ന് പ്രതീക്ഷാകരമായിട്ടുള്ളൊരു ഇടപെടലിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കേരള വിഷൻ ന്യൂസിനോട് ഈ കാര്യം വളരെ കൃത്യതയോടുകൂടി ആവശ്യപ്പെട്ടിരിക്കുന്നതും വെളിപ്പെടുത്തിയിരിക്കുന്നതും ആണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ വരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യമൻ പൗരനായിട്ടുള്ള തലാൽ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിൽ ജൂലൈ 16 എന്ന ആ ദിനം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അതിനും എത്രയോ പെട്ടെന്ന് തന്നെ ആ വധശിക്ഷയെ ഒഴിവാക്കുക എന്ന പ്രക്രിയയിലേക്ക് ദ്രുതഗതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ അടിയന്തരമായിട്ട് 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ത്യ, ഇസ്രയേൽ, UAE, അമേരിക്ക ഗ്ലോബൽ കൺസോർഷ്യത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജേക്കബ് ചെറുവള്ളി പറഞ്ഞിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസിനോട് അദ്ദേഹം ആ കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കാം. അതിനുശേഷം അദ്ദേഹം തന്നെ തത്സമയം സൗദിയിൽ നിന്ന് നമ്മോട് ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കണമെന്നും കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ദയാധനം ജൂലൈ 16 മുൻപ് നൽകാമെന്നും സൂചിപ്പിച്ചുകൊണ്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വേണ്ടത്. അതിലൊന്ന് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ, അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ ബന്ധുക്കൾ, സേവ് നിമിഷ പ്രിയ ആക്ഷൻ കമ്മിറ്റി, ഇങ്ങനെ കേന്ദ്ര സർക്കാർ അതിൽ പരമപ്രധാനമായ സ്ഥാനത്ത് വരുന്നു. തുല്യമായ സ്ഥാനം നിമിഷപ്രിയയുടെ ബന്ധുക്കൾ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വധശിക്ഷ ഒഴിവാക്കണം എന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കർമ്മസമിതികൾ അടക്കമുള്ളവർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് ഒരു വലിയ മാപ്പപേക്ഷ നൽകേണ്ടിയിരിക്കുന്നു. അത് ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം, ഒപ്പം തന്നെ സംയുക്തമായിട്ട് നിമിഷപ്രിയയുടെ ബന്ധുക്കളിൽ നിന്നുണ്ടാവണം, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മസമിതികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ആ ഒരു അപേക്ഷ ഔദ്യോഗികമായിട്ട് ലഭിക്കണം. അതിന് സമാന്തരമായിട്ട് തന്നെ ദയാധനം നൽകുന്ന കാര്യവും നടപ്പാക്കണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇതുവരെയും ഈ കൊല്ലപ്പെട്ട പൗരൻ്റെ കുടുംബാംഗങ്ങളെ സമീപിക്കാൻ കഴിയുന്ന രീതിയിൽ അല്ല അവിടുത്തെ ഗോത്ര സമുദായ ഘടന യമനിലേതെന്ന് പറയുന്നത്. അപ്പോൾ ആരിലേക്കാണ് കൃത്യമായിട്ട് എത്തേണ്ടത്? ഏത് വ്യക്തിയുടെ അരികിലേക്ക് ഈ ആവശ്യം, മാപ്പപേക്ഷ ഔദ്യോഗികമായിട്ട് എത്തേണ്ടതുണ്ട്? അത് ഇതുവരെയും സാധ്യമായിട്ടില്ല. അതിന് കഴിയുന്ന രീതിയിൽ ഇടപെടാൻ കഴിയുമെന്നാണ് 55 വർഷത്തിലധികമായിട്ട് സൗദിയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസായിയായിട്ടുള്ള ജേക്കബ് ചെറുവള്ളി സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഗോത്ര സമുദായങ്ങൾക്ക് പ്രത്യേക അധികാരമുള്ള യമനിൽ ഈ ഒരു അപേക്ഷ സവിശേഷാധികാരമുള്ള ഹൂതികളുടെയൊക്കെ തലവൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ തനിക്ക് സാധിക്കുമെന്നാണ് ജേക്കബ് ചെറുവള്ളി കേരള വിഷൻ ന്യൂസിനോട് കൃത്യമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ മാപ്പപേക്ഷയും ദയാധനവും ആരെയാണ് ഏൽപ്പിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൗദിയിൽ വച്ച് ഇരുപക്ഷവുമായിട്ട് ചർച്ച നടത്താനുള്ള അവസരം ഒരുക്കാൻ താൻ തയ്യാറാണ് എന്നാണ് ജേക്കബ് ചെറുവള്ളി കേരള വിഷൻ ന്യൂസിനോട് അല്പം മുമ്പ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 55 വർഷമായിട്ട് സൗദിയിൽ വിമാനത്താവളങ്ങളുടെയും അതേപോലെ തന്നെ തുറമുഖങ്ങളുടെയും ഒപ്പം തന്നെ എണ്ണക്കമ്പനികളുടെയും ഒക്കെ നിർമ്മാണ കരാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ അനുഭവ സമ്പത്തുള്ള വ്യക്തിബന്ധങ്ങളും ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളുമുള്ള വ്യക്തിയാണ് ആലപ്പുഴ ചെങ്ങന്നൂർ വെൺമണി സ്വദേശിയായിട്ടുള്ള ജേക്കബ് ചെറുവള്ളി. ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം അമേരിക്കയിലെ ഒരു കമ്പനിക്ക് യമനിൽ ഒരു പദ്ധതി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിയുക്തനായ സമയത്താണ് നിമിഷപ്രിയയുടെ കാര്യം യമനിലെ തന്നെ അധികാരികൾ തൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് ജേക്കബ് ചെറുവള്ളി പറയുകയുണ്ടായി. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്നതിന് ഇതുവരെയും കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടൽ തനിക്ക് നടത്താൻ കഴിയുമെന്നുള്ള വാഗ്ദാനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ആ ഇടപെടൽ ഏത് തരത്തിലുള്ള ഇടപെടലായാലും ജൂലൈ 16 എന്ന് പറയുന്ന കലണ്ടറിലെ ആ അക്കത്തിന് മുൻപേ തന്നെ ഇതൊക്കെ അടിയന്തരമായിട്ട് നടപ്പാക്കേണ്ടതുണ്ട് എന്നാണ് ജേക്കബ് ചെറുവള്ളി പറയുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ
അടിയന്തര നീക്കത്തിന് തയ്യാറായിരിക്കുകയാണ് സൗദി മലയാളി വ്യവസായിയായ ജേക്കബ് ചെറുവള്ളിൽ. യമനിലെ ഗോത്രധാരികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ദയാധനം നൽകിയാൽ ഉടൻ ചർച്ച നടത്താമെന്നുമാണ് ജേക്കബ് ചെറുവള്ളിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നിർണായ നീക്കം നടത്താമെന്ന് സൗദി മലയാളിയായ ജേക്കബ് ചെറുവള്ളിൽ അറിയിച്ചിരിക്കുന്നത്. ചെറുവള്ളിൽ തന്നെ തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ചെറുവള്ളിൽ, അടിയന്തരമായിട്ട് ഇന്ത്യ സർക്കാരും നിമിഷപ്രിയയുടെ ബന്ധുക്കളും കർമ്മസമിതിക്കാരും ഒക്കെ സംയുക്തമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത്? ഈ ഒരു സംഭവത്തിൽ താങ്കൾക്ക് ഇടപെടാൻ തോന്നിയത് ഏത് സാഹചര്യത്തിലാണ്? ഞാൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഒരു റീകൺസ്ട്രക്ഷൻ വേണ്ടി യമനിൽ ഒരു ഡിപ്ലോമാറ്റിക് മീറ്റിങ്ങിന് വേണ്ടി പോയപ്പോഴാണ് ഇവരെന്നോട് ഇത് സൂചിപ്പിച്ചത്. ഇങ്ങനെ ഒരു ഇന്ത്യൻ സിറ്റിസൺ നിമിഷപ്രിയ എന്നുള്ള ഒരു നേഴ്സ് ഇങ്ങനെ സെന്റൻസ് ടു ഡെത്ത് ആയിട്ട് അവിടെ പ്രിസണിലുണ്ടെന്നും ഒരു യമനി സിറ്റിസൺ തലാൽ മഹദിയെ മർഡർ ചെയ്ത കേസിലാണ് ഈ ഒരു കാര്യങ്ങൾ നടന്നിരിക്കുന്നതെന്നും അവരെന്നോട് സൂചിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ എന്ന രീതിക്ക് എനിക്ക് എന്തെങ്കിലും താല്പര്യം ഇതിലുണ്ടോ എന്ന് ചോദിച്ചു ഇവരെ റിലീസ് ചെയ്യുന്നതിന്. അതിന് എനിക്ക് താല്പര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഈ 16th എന്ന ഡെഡ് ലൈൻ തന്നിട്ടും അവര് നമുക്ക് വേണ്ടി ഡോർ ഓപ്പൺ ചെയ്യുവാൻ റെഡിയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ശ്രീ ജേക്കബ് ചെറുവള്ളിൽ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ദ്രുതഗതിയിൽ ചെയ്യേണ്ട കാര്യം, മറ്റെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഏത് രീതിയിലൂടെ കാര്യങ്ങൾ ചെയ്താൽ അതൊരു ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുക? ഇത് വിക്ടത്തിന്റെ റിലേറ്റീവ്സും ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്ന സംഘടനകളോ അല്ലെങ്കിൽ ആരാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവരും പിന്നെ ഇന്ത്യ ഗവൺമെന്റും അടിയന്തരമായി ഇടപെട്ടാൽ നമുക്കിത് ഇവരെ വധശിക്ഷയിൽ നിന്നും വെളിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ വലിയ ഡെലിഗേറ്റ്സ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യമനിലെ ഗോത്ര സമുദായങ്ങൾക്ക് പ്രാധാന്യവും പ്രാമുഖ്യവുമുള്ള ഒരു ഇടമായതുകൊണ്ട് എത്രത്തോളം കരുതലോടുകൂടിയായിരിക്കണം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തേണ്ടത്? ഈ ഹൂതികളുടെ ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയും എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അവരുടെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ആൾക്കാരാണ് ഞാനുമായിട്ട് ആ ഡിസ്കഷൻ നടത്തിയിരിക്കുന്നത്. ഇതിൽ കോടതി വിധിയുടെ ഉത്തരവിന്മേൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, മറിച്ച് ഈ രീതിയിലുള്ള ഇടപെടൽ ആണ് ഏറ്റവും പരമപ്രധാനമെന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്, അല്ലേ? കോടതി ഇടപെടലിൽ ഒരു പ്രസിഡന്റ് തസ്തികയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇടപെടാം എന്നുള്ളതാണ് എനിക്ക് തന്ന ഉപദേശം. അപ്പൊ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാരും അതേപോലെ തന്നെ സംയുക്ത കർമ്മസമിതിയും ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ എല്ലാ ബന്ധുക്കളും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു മാപ്പപേക്ഷയും ഒപ്പം തന്നെ ആ മാപ്പപേക്ഷയ്ക്കൊപ്പം തന്നെ ദയാധനം നൽകാനുള്ള സന്നദ്ധതയും അത് ഒരുക്കമാണ് എന്നുള്ളതിൻ്റെ രേഖാമൂലമായിട്ടുള്ള ഉറപ്പും ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചർച്ച എവിടെ വെച്ചായിരിക്കും? അത് യമനിലായിരിക്കുമോ സൗദിയിൽ വെച്ചായിരിക്കുമോ? അത് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയായിട്ടുണ്ടോ? അല്ല, യമനിൽ വെച്ചുമല്ല, സൗദിയിൽ വെച്ചുമല്ല. ചർച്ച നടത്തുന്നത് ഈജിപ്തിലായിരിക്കും. അതെ, ഈജിപ്തിൽ വെച്ച് ആ രീതിയിൽ ചർച്ച നടത്താൻ കഴിയും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജൂലൈ 16 മുൻപ് സംയുക്തമായിട്ട് കേന്ദ്ര സർക്കാരും അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ ബന്ധുക്കളും കർമ്മസമിതിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒറ്റ ഒരു രേഖാമൂലമുള്ള ആവശ്യപ്പെടൽ, അപേക്ഷ
മാപ്പാക്കി തരണം, വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അപേക്ഷ നൽകണം. ഒപ്പം തന്നെ ദയാധനം നൽകുന്ന കാര്യത്തിൽ രേഖാമൂലമുള്ള ഉറപ്പ് നൽകി അതും ജൂലൈ 16 മുമ്പ് നടപ്പാക്കാവുന്ന രീതിയിൽ ആണെങ്കിൽ കൃത്യമായിട്ടും ഈ വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്ന രീതിയിലേക്ക് പൂർണ്ണമായ അധികാരമുള്ള വ്യക്തികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ള വാഗ്ദാനമാണ് താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്, അല്ലേ? അതെ, 16 മുമ്പ് ഈ 3 കൂട്ടരുടെയും അനുമതി പത്രം ലഭിച്ചാൽ 16 എന്നുള്ള ഡേറ്റ് നമുക്ക് ഫസ്റ്റിൽ ബ്രേക്ക് ചെയ്യുകയും പിന്നെ ദയാധനം കൊടുക്കേണ്ട ഒരു ടൈം ലിമിറ്റ് എടുത്തു കൊടുക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ മോചനത്തിനോ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്നതിനോ വേണ്ടി കഠിനമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രീ ജേക്കബ് ചെറുവള്ളിലിൻ്റെ ഈ വാക്കുകൾ കേൾക്കുക. ഈ പറയുന്ന 3 കാര്യങ്ങളിലൂടെ ഈ നിമിഷം മുതൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള വാഗ്ദാനമാണ് പ്രമുഖ വ്യവസായിയായ ജേക്കബ് ചെറുവള്ളിൽ നൽകുന്നത്. വളരെ നന്ദി സഹകരിച്ചതിന്. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനായി അടിയന്തര നീക്കം നടത്തിയ സൗദി മലയാളി വ്യവസായിയായ ജേക്കബ് ചെറുവള്ളിലാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് ചേർന്നത്. ഗോത്ര സമുദായങ്ങൾക്ക് പ്രാമുഖ്യമുള്ള യമനിൽ നിമിഷപ്രിയ കൊലപ്പെടുത്തിയ പൗരന്റെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ദയാധനം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ അതിവേഗം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞത്. കൂടുതൽ ഇതുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുക എന്ന കാര്യമാണ് ഇപ്പോൾ ജേക്കബ് ചെറുവള്ളിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞത്. മറ്റു വാർത്തകളിലേക്കാണ്. കീം പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചു. പുതിയ ഫലം പ്രസിദ്ധീകരിച്ചത് വലിയ മാറ്റങ്ങളോടെയാണ്. 1ാം റാങ്കിലടക്കം മാറ്റത്തോടെയാണ് പുതിയ ഫലം. ആദ്യ 100 റാങ്കിൽ 21 പേരാണ് കേരള സിലബസിൽ നിന്നുള്ളത്.